പിണറായി സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാമത് വാർഷിക ആഘോഷം. ആ വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളെ 20-ാം തീയതി എന്നുള്ള നിലയിൽ കേരളത്തിലുടനീളം കരിദിനമായി ആചരിക്കാനുള്ള തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ആ കരിദിനമായി ആചരിക്കുവാനുള്ള തീരുമാനം കൈക്കൊണ്ടത് തന്നെ കേരളത്തിലെ ക്രമസമാധാന നില തകർന്ന് തരിപ്പണമായി എന്ന് മാത്രമല്ല, പാവപ്പെട്ട അമ്മമാർക്കും സഹോദരിമാർക്കും ജീവിക്കുവാനുള്ള ചുറ്റുപാടുകൾ പോലും തകർത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ആ കാര്യങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും അത് ബോധ്യപ്പെടുത്തുവാനും അതിനെതിരെയുള്ള ശബ്ദം വിളിച്ചറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ കരിദിനമായി നടത്തുവാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഇന്ന് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം, കേരളത്തിലെ അമ്മമാരാണ് ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നത്. അവർ ദുഃഖം അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് സ്വൈര്യമായി വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടാകും. കാരണം അവരുടെ മക്കളിൽ നിന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അവർ മക്കളിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ട് കുട്ടികൾ ഇന്ന് എന്ത് മോശപ്പെട്ട പ്രവർത്തനം നടത്തുവാൻ അമ്മമാരെ പോലും സത്യത്തിൽ കൊല ചെയ്യുന്ന നിരവധി, ഇപ്പോൾ മാധ്യമങ്ങളിലെടുത്ത് വായിച്ചാൽ ഓരോ ദിവസവും കൊലപാതക ശൃംഖലകളാണ് കാണാൻ കഴിയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെ ഞാൻ പറയാം. അത് വെഞ്ഞാറമൂട്ടിലെ അഫാൻ എന്ന് പറയുന്ന കുട്ടി, ഏതാണ്ട് 20-22 വയസ്സ് മാത്രമാണുള്ളത്. ആ കുട്ടി അമ്മയെ ഉൾപ്പെടെ ഏതാണ്ട് 5ഓളം ആളുകളെ നിഷ്ഠൂരമായി കൊല ചെയ്യാനുള്ള അവസരം. ആ അവസരം ഉണ്ടായി എന്ന് പറയുമ്പോഴും ആ കുട്ടി തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ ഈ കൊല നടത്തിയിട്ടുണ്ട് എന്ന് സ്വയം പറയുന്ന ഒരു അവസ്ഥ. പക്ഷേ അതുപോലെയുള്ള മാനസിക അവസ്ഥയിലേക്ക് ചെറുപ്പക്കാരെ വലിച്ചിഴയ്ക്കുന്നു. ആ മാനസിക അവസ്ഥയിലേക്ക് ചെറുപ്പക്കാരെ വലിച്ചിഴയ്ക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. ആ ഒട്ടനവധി ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ദുരൂഹതയിലാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മയക്കുമരുന്നിന് അടിമപ്പെടുന്നു എന്ന് പറയുന്ന ആളുകൾക്കെതിരെ കേസ് വരുന്നുണ്ട്. അതേസമയം ഈ മയക്കുമരുന്ന് കൊണ്ടുവന്ന് എത്തിച്ചു കൊടുക്കുന്ന ആളുകളെ അവരെ സ്വതന്ത്രമായി പോകാനുള്ള അവസരം ഈ സർക്കാർ ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ മനസമാധാനം തകർക്കുന്ന തരത്തിലേക്ക് ഒരു ഗവൺമെൻറ് തന്നെ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ വാർഷിക ആഘോഷം നടത്താനുള്ള യാതൊരു തരത്തിലുമുള്ള അവകാശമില്ല എന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. അവർ അത്തരത്തിൽ അവകാശമില്ല എന്ന് പറയുമ്പോഴും ഇന്ന് വളരെയധികം പണം ചെലവഴിച്ചുകൊണ്ട് അതിനുള്ള പ്രചരണം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അക്കാര്യത്തിൽ നമ്മൾ ഇന്ന് നമ്മുടെ സാമ്പത്തിക നില ഭദ്രതയെക്കുറിച്ച് നോക്കിയാൽ സാമ്പത്തിക നില ഏറ്റവും മോശമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. 96-ൽ ബഹുമാനായ ശ്രീ EK നായനാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു അവസാന ഘട്ടം വന്നപ്പോൾ സാമ്പത്തിക നില ഏറ്റവും തകർത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. അതിനേക്കാൾ മോശമായ തരത്തിലേക്ക് ഇന്ന് കേരളം പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ കേരളം പോകുന്നു എന്ന് പറയുമ്പോഴാണ് ഏതാണ്ട് 15 കോടി രൂപയിലധികം അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം കേരളത്തിലുടനീളം കാണുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ ഒരറ്റം മുതൽ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള മേഖലകളിൽ അദ്ദേഹത്തിന് പുഞ്ചിരിക്കുന്ന മുഖം കാണാൻ വേണ്ടി, ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി ഹോർഡിങ്സുകൾ വെക്കുകയാണ്. അത് ഒരു കാര്യം. അപ്പോൾ അതേ സമയത്ത് തന്നെ കേരളത്തിലെ ജനങ്ങളോട് ഒരു തരത്തിലുമുള്ള നീതി പുലർത്തുന്നില്ല എന്ന് പറയുമ്പോൾ അവകാശങ്ങൾക്ക് വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുന്ന, ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെ ഏതാണ്ട് വളരെ നിഷ്ഠൂരമായി അവരോട് പെരുമാറുന്ന ഒരവസ്ഥ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിഷ്ഠൂരമായി പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്ന് ഞാൻ പറയുമ്പോൾ, ഇപ്പോൾ ആശാ വർക്കർമാരുടെ, അതേപോലെ തന്നെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള
പ്രവർത്തകരുടെ. അവരെ പോലെയുള്ള ആളുകൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ അവർക്ക് സമയബന്ധിതമായി കൊടുക്കാനുള്ള അവസരം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ആശാവർക്കർമാരുടെ സമരം ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 85 ദിവസക്കാലം കഴിഞ്ഞിരിക്കുന്നു. എത്രയും ദിവസക്കാലം കഴിഞ്ഞിരിക്കുന്നു. അവർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു സ്ഥലത്ത് നിന്ന് യാത്ര ആരംഭിച്ച് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ ആളുകളെ നേരിൽ കണ്ട് അവരുമായി ചർച്ച നടത്തുന്നതിന് വേണ്ടി പോകുന്ന അവസരത്തിൽ ഈ ആശാ വർക്കർമാർ അവരുടെ ഇല്ലായ്മകൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് കാസർഗോഡ് നിന്നും അവരും ഒരു യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ ഈ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ജനങ്ങളോട് നീതി പുലർത്തണം എങ്കിൽ നീതിക്ക് വേണ്ടി പോരാടുന്ന തൊഴിലാളി വർഗത്തെ മാറ്റി നിർത്തിക്കൊണ്ടല്ല, പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യേണ്ടിയിരിക്കുന്നു.